വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു മോദമീൻ കറി വെച്ചാലോ? അതിനു വേണ്ടി നമുക്ക് മോദമീൻ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി മാറ്റി വെക്കാം. അവൻ അവിടെ ഇരിക്കട്ടെ. കൂട്ടത്തിൽ നമുക്കൊരു പാവയ്ക്ക തോരനും കൂടെ ആക്കാം. പാവയ്ക്ക, സവോള, പിന്നെ ഞാൻ തേങ്ങ നേരത്തെ ചിരണ്ടിയിട്ടുണ്ടായിരുന്നു. ഈ പാവയ്ക്കയും സവോളയും കൂട്ടത്തിൽ എരിവിനാവശ്യമായ മുളകും എടുത്ത് നമുക്ക് നമ്മുടെ മിക്സിയിലിട്ട് തോരനുള്ള പരുവത്തിലൊന്ന് ആക്കിയെടുക്കാം. പാവയ്ക്ക ഇവിടെ ഇരുന്ന് കുനുകുനാന്നാവുന്ന നേരത്ത് നമുക്കൊരു പാൻ വെച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചേക്കാം. അപ്പോഴേക്കും നമ്മുടെ മിക്സ് റെഡിയായി വരത്തില്ലേ? എങ്കിൽ എണ്ണയൊഴിച്ച് കടുകിട്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമ്മുടെ മിക്സ് തയ്യാറായി. ഇനി പൊട്ടി വന്ന കടുകിലേക്ക് നമ്മുടെ ഈ മിക്സ് എല്ലാം കൂടെ നമുക്ക് തട്ടിക്കൊടുക്കാം. പിന്നെ മറക്കരുത്, തേങ്ങ ഇടണേ. അങ്ങനെ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ എല്ലാം ഇതിലേക്കിട്ട് നമുക്കത് മിക്സ് ചെയ്യാം. നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് ഉപ്പിടാം. ഉപ്പിട്ടില്ലെങ്കിൽ കഴിക്കും. ആദ്യമേ തന്നെ അതുകൊണ്ട് ഞാൻ പാവയ്ക്ക വെക്കാൻ നേരം ഉപ്പിടാറുണ്ട്. അങ്ങനെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. പാവയ്ക്ക അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിനി മീൻ വറുക്കാം. അതിനായിട്ട് ഒരു പാത്രം എടുത്ത് നമ്മുടെ ആവശ്യത്തിന് എരിവിനും കളറിനും അനുസരിച്ചുള്ള മുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി അത് ഇട്ട ശേഷം നമുക്ക് കുരുമുളകും നമ്മുടെ എരിവിന്, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്, ഞാൻ കുറച്ച് മീനെ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് അതിനുള്ള അത്യാവശ്യം കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ സ്വന്തം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും എടുത്ത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്ക് മീൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ ഫ്രിഡ്ജിലാണ് വയ്ക്കുന്നത്. ഈ നേരത്ത് നമുക്ക് മീൻ കറിക്കുള്ള പരിപാടി നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ 2 കുടംപുളിയാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് മീനേ ഉള്ളൂ. ആ നേരത്ത് നമ്മുടെ പാവയ്ക്ക് അതേ വെന്ത് വന്നിട്ടുണ്ട്. മീൻ കറിക്കായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് അത് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്ക് മീൻ കറിക്ക് വേണ്ടിയുള്ള ആവശ്യത്തിന് എണ്ണയൊഴിച്ച് ഉലുവായിട്ട്, പിന്നെ നമുക്ക് കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ഇത് രണ്ടും കൂടെ അതിലേക്ക് ഇടാം. അത് അത്യാവശ്യം നമുക്ക് മൂത്ത് വരണം. ഈ പരുവെത്തുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി അതിട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് മഞ്ഞൾ പൊടി ഇട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ മുളക് പൊടിയുടെ, മല്ലിപ്പൊടിയുടെ, മഞ്ഞൾപ്പൊടിയുടെ എല്ലാം നമുക്ക് പച്ചമണം മാറണം. ഒരുപാട്